ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാനും ലിൻസിയോടെ ചെങ്ങന്നൂർ വരെ പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പോവാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് വാച്ച് കടയിലോട്ടാണ്. എന്നിട്ട് അവളുടെ വാച്ചൊക്കെ അവിടെ ശരിയാക്കാൻ കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോയപ്പോഴായിരുന്നു ദേ ഈ പോസ്റ്റർ എൻ്റെ കണ്ണിൽ പെട്ടത്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ പോസ്റ്റർ അവിടെ ശ്രദ്ധിക്കുന്നത് തന്നെ. എന്ത് ചെയ്യാനാ, ശ്രദ്ധ കുറച്ച് കൂടി പോയില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫോൺ കടയിലോട്ടായിരുന്നു. അവിടെ നമുക്ക് ഹെഡ്സെറ്റ് വാങ്ങാനായിരുന്നു പോയത്. അങ്ങനെ ദേ ഹെഡ്സെറ്റൊക്കെ വാങ്ങിയിട്ട് പൈസക്കാരി പൈസ എണ്ണി കൊടുക്കുമായിരുന്നു. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് വീണ്ടും മറ്റൊരു കാര്യം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന എ.ടി.എം. സോറി, ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ എ.ടി.എം എൻ്റെ കണ്ണിൽപ്പെട്ടത്. പിന്നെ അതും വീഡിയോയിൽ ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റിലയൻസിലോട്ടായിരുന്നു. റിലയൻസിൽ കയറി കുറേ അവിടെ ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു. അങ്ങനെ കറങ്ങി നടന്നപ്പോഴായിരുന്നു ഒരു സാധനം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. ഇത് സ്നിക്കേഴ്സ്. ഇതല്ല ഗൈസ് കണ്ണിൽപ്പെട്ടത്. ഇതാണ് കണ്ണിൽപ്പെട്ടത്. ഇത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് ഇതിനെ കാണുന്നത്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് പോയപ്പോൾ 4 ആപ്പിളിന് 89 രൂപ. അത് കണ്ട് ഞങ്ങൾ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമായിരുന്നു. ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പോയപ്പോൾ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ആപ്പിളായിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ തപ്പി വന്ന സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ്, ക്യാരറ്റ്. നമ്മൾ ക്യാരറ്റ് എടുക്കാനായിട്ടാണ് റിലയൻസിനകത്ത് മൊത്തം കറങ്ങി നടന്നത്. അങ്ങനെ ക്യാരറ്റ് നല്ലത് നോക്കി പെറുക്കി എടുക്കുവാണ് രഞ്ജിത. അങ്ങനെ കുറേ നേരം തപ്പിപ്പെറുക്കി കുറച്ച് ക്യാരറ്റൊക്കെ പെറുക്കി. ഞാനാണെങ്കിൽ പറഞ്ഞു ബേബി ക്യാരറ്റാ നല്ലതെന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആദ്യം വീഴുന്നതൊക്കെ പെറുക്കിയിട്ടു. പിന്നെ ബേബി ക്യാരറ്റ് മതിയെന്ന് പറഞ്ഞ് ബേബി ക്യാരറ്റൊക്കെ പെറുക്കിയിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കുക്കുംബറും എടുത്തിട്ട് ബില്ല് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് മുട്ട വാങ്ങാൻ മുട്ടക്കടയിലോട്ടായിരുന്നു. അങ്ങനെ മുട്ടയ്ക്കൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ ഇത്തവണ അവർ ഞങ്ങളെ ചതിച്ചു ഗൈസ്. സാധാരണ എപ്പോഴും മുട്ട ട്രെയിലായിരുന്നു തരുന്നത്. ഇത്തവണ കവറിലാണ് തന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഫ്രൂട്ട്സ് കടയിലോട്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വേറെ ഒരു ബേക്കറി കയറി. വീട്ടിലേക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.